തഹാവൂർ ഹുസൈൻ റാണ എന്ന പാക് കനേഡിയൻ ബിസിനസ്സുകാരൻ പാകിസ്ഥാനിലെ മുൻ മിലിറ്ററി ഡോക്ടർ മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി. ഇദ്ദേഹത്തെ മുംബൈ ഭീകരാക്രമണം നടന്ന 16 വർഷങ്ങൾക്ക് ശേഷം അമേരിക്കയിലെ ജയിലിൽ നിന്നും ഇന്ത്യയിൽ എത്തിച്ചിരിക്കുകയാണ്. ചരിത്രത്തിലെ ഒരു ഭീകരമായ ആക്രമണത്തിൽ നീതി നടപ്പാക്കുന്നതിലെ ഇന്ത്യയുടെ സുപ്രധാന ചുവടുവെപ്പാണ് ഈ കൈമാറ്റം എന്ന് തന്നെ പറയാം. 1961 പാകിസ്ഥാനിലെ ചിച്ചാവത്നിയിലായിരുന്നു തഹാവൂർ റാണ ജനിച്ചത്. ഒരു സമ്പന്ന കുടുംബത്തിലായിരുന്നു ജനനം. വിദ്യാഭ്യാസത്തിന് ശേഷം പാകിസ്ഥാൻ ആർമി മെഡിക്കൽ കോർപ്സിൽ ക്യാപ്റ്റനായി. പിന്നീട് ബിസിനസ് രംഗത്തേക്ക് മാറി. ഒരു എമിഗ്രേഷൻ സേവന സ്ഥാപനമാണ് റാണ നടത്തിയിരുന്നത്. ലഷ്കർ ഇ തോയ്ബയുമായും ISIയുമായും റാണയ്ക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഡേവിഡ് കോൾമാൻ ഹെഡ്ലിക്ക് ഇന്ത്യയിലെത്താൻ സഹായം ചെയ്തതും മുംബൈയിലെ ആക്രമണ സ്ഥലങ്ങൾ സംബന്ധിച്ച നിർണായകമായ വിവരങ്ങൾ നൽകിയതും റാണയായിരുന്നു. ഹെഡ്ലിക്ക് ഇന്ത്യയിലെത്താൻ വിസ സംഘടിപ്പിച്ച് നൽകിയത് റാണയുടെ സ്ഥാപനമായിരുന്നു. ലഷ്കർ ഇ തോയ്ബ ആക്രമിച്ച സ്ഥലങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഹെഡ്ലിയുടെ പ്രവർത്തനങ്ങൾക്ക് മറയായി പ്രവർത്തിച്ചത് ഈ സ്ഥാപനമായിരുന്നുവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തുകയും ചെയ്തു. മുംബൈ ആക്രമണം നടക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പാണ് റാണ കേരളത്തിൽ എത്തിയത്. തഹാവൂർ ഹുസൈൻ റാണ എന്ന പേരിൽ തന്നെ താജ് ഹോട്ടലിൽ മുറിയെടുത്ത് 3-4 ദിവസം തങ്ങിയിരുന്നു. റാണയെ കൊച്ചിയിൽ നേരിട്ടെത്തിച്ച് തെളിവെടുക്കുന്നത് NIA പരിഗണനയിലുണ്ട് എന്നാണ് അറിയുന്നത്. എന്നാൽ സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം അതിന് സാധ്യത കുറവാണ്. പക്ഷേ ആരെയാണ് കൊച്ചിയിൽ കണ്ടത് എന്ന് റാണ മൊഴി നൽകിയാൽ അവരെ NIA ചോദ്യം ചെയ്യും. മുംബൈക്ക് സമാനമായ ഭൂപ്രകൃതിയുള്ള പ്രദേശമാണ് കൊച്ചി. മുംബൈയിലെ പോലെ എളുപ്പത്തിൽ കടൽ മാർഗം വഴി ഭീകരർക്ക് കടന്നു കയറാനും സാധിക്കും.